അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഈ ജ്ഞാന സംഗമത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ 10 ഏകദേശം അവസാനിക്കുകയാണ്. റമദാനിൽ കൂടുതലായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മന്ത്രം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. എല്ലാ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയ്ക്കും ഒടുവിൽ പള്ളികളിൽ നിന്നും ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ വീടുകളിൽ നിന്നും നമ്മളിത് ചൊല്ലുന്നു. 4 കാര്യങ്ങൾ അള്ളാഹുവിനോട് കൂടുതലായി ചോദിക്കണം ഈ റമദാനിൽ എന്ന മുത്തുനബിയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ചൊല്ലുന്നത്. 1 ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്ന് ഈ പ്രപഞ്ചത്തിന് ഒരു ഉടമയുണ്ട്, അതൊരാൾ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലേ? ഒരു സ്റ്റേറ്റിന് ഒരു മുഖ്യമന്ത്രിയും ഒരു രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയും മാത്രമേ ഉണ്ടാവൂ. ഒരു പഞ്ചായത്തിന് ഒന്നിലധികം പ്രസിഡന്റ് ഉണ്ടായാൽ, ഒരു കമ്പനിക്ക് 2 MD ഉണ്ടായാൽ പറയേണ്ടതില്ലല്ലോ അവിടെ പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ടാകും. ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. അതുതന്നെയാണ് അള്ളാഹു ഏകനായിരിക്കണം എന്നതിന് ഖുർആൻ നൽകുന്ന തെളിവ്. ആകാശഭൂമികളുടെ അധിപനായി അള്ളാഹു ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നേ നശിച്ചേനെ. അപ്പോൾ ആ അള്ളാഹു ഏകനാണ് എന്നും അവനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും മനസ്സുകൊണ്ട് ഏറ്റെടുത്താൽ പോരാ, മനസ്സുകൊണ്ട് അറിഞ്ഞ് നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. അതാണ് ഷഹാദത്ത്. മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടുക. 3ാമത് അസ്അലുക്കൽ ജന്ന, സ്വർഗം ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞാൻ മോചനം തേടുന്നു. അപ്പം നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിക്കുക എന്നീ 2 കാര്യങ്ങളും, ഷഹാദത്ത് ഉറച്ചു പ്രഖ്യാപിക്കുക, അല്ലാഹുവിനോട് പാപത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഈ 4 കാര്യങ്ങൾ വളരെയധികം ഗുണമുള്ള പ്രതിഫലാർഹമായ കാര്യമായി ഈ റമദാൻ നമ്മൾ നിർവഹിച്ചു വരികയാണ്. അതുകൊണ്ട് ഷഹാദത്ത് എന്നുള്ളത് ഒരാൾ 1 കോടി തവണ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ അയാൾ ഈ ഷഹാദത്ത് ഉൾക്കൊണ്ടവനാകുന്നില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകണം എന്നില്ല. അപ്പോൾ ഒരു മുസ്ലിം ആകാനുള്ള അടിസ്ഥാന യോഗ്യത ഇസ്ലാമിൻ്റെ തത്വങ്ങളെയും നിയമങ്ങളെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഷഹാദത്ത് കലിമ മനസ്സിലാണ് ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ എല്ലാ ഫർളുകളും ഏത് ഇബാദത്തെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ ആദ്യത്തെ ഫർള് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമലുകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്നത് മനസ്സിലുള്ള കരുത്തുകൊണ്ടാണ്, ഇൻറ്റൻഷൻ കൊണ്ട്. നിയ്യത്തിൻ്റെ സ്ഥലം എവിടെയാണ്? മനസ്സാണ്. മനുഷ്യനെന്ന് പറയുന്നത് ശരീരവും മനസ്സും കൂടിയതാണ്. മൈൻഡ്, ബോഡി, ഇത് 2ൻ്റെയും സമ്മിശ്രമാണല്ലോ ഇൻസാൻ, ഹ്യൂമൻ. അപ്പോൾ ബോഡി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മൈൻഡ് എന്താണ് എന്നുള്ളത് ഇന്നും ഡിഫൈൻ ചെയ്യപ്പെടാതെ കിടക്കുന്നൊരു വിശാലമായ കടലാണ്. സൈക്കോളജിയും ആധുനിക മാനസിക ശാസ്ത്രവും മനഃശാസ്ത്രവും എല്ലാം കൃത്യമായൊരു ഡെഫിനിഷൻ മൈൻഡിന് ഇന്നുവരെയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമാണ് മൈൻഡ്. ആ മൈൻഡിനെയാണ് ഇസ്ലാം പ്രഥമവും പ്രധാനവുമായി ലക്ഷ്യം വെക്കുന്നത്. ഷഹാദത്ത് കലിമയും ലക്ഷ്യം വെക്കുന്നത് മനസ്സിനെയാണ്. സർവ്വ ആരാധനകളും പ്രഥമമായി ലക്ഷ്യമിടുന്നത് മനസ്സിനെയാണ്. എല്ലാ ആരാധനകളുടെയും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ തുടങ്ങിയ എല്ലാ അമലുകളും, കാർഡിനൽ ഇബാദത്തുകൾ, അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനമായ ആദ്യത്തെ ഫർള് നിർബന്ധം
നീയത്താണ്. നീയത്തെന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്, അവിടെ മനസ്സ് കടന്നു വരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ആരാധനകളും ഇസ്ലാമും സ്പർശിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനെയാണ് എന്ന് ചുരുക്കം. ഈ മനസ്സ് നന്നാവണം, മനസ്സ് ക്ലിയർ ആവണം. മനസ്സ് നന്നാവാതെ എത്ര ആരാധനകൾ നിർവഹിച്ചിട്ടും കാര്യമില്ല. മനസ്സെങ്ങനെയാണ് മോശമാകുന്നത്? സ്വാഭാവികമായി പരിസരങ്ങളിൽ നിന്ന് മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ സാധ്യതയുള്ള മാലിന്യങ്ങൾ, ചിന്തകൾ, വൃത്തികെട്ട വികാരങ്ങൾ, അതിലധികവും അന്യനെ കുറിച്ചുള്ളതാവാം. ഉദാഹരണത്തിന് അസൂയ. തൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ, തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ, കൂടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ, അവൻ നന്നാകുന്നത്, അവൻക്ക് അനുഗ്രഹം ലഭിക്കുന്നത്, അവനിക്ക് സാലറി കൂട്ടിക്കിട്ടുന്നത്, അവൻ ഒരു നല്ല വീട് വെക്കുന്നത് തുടങ്ങി ഭൗതികമായി അവന് ലഭിക്കുന്ന ഗുണങ്ങളെ നമ്മൾ അലോസരമായി കാണുക. നമ്മുടെ മനസ്സിന് അതുകൊണ്ട് വിഷമമുണ്ടാകുക. അതാണല്ലോ അസൂയ. ഹസദ് എന്ന അറബിയിൽ പറയുന്ന ഈ അസൂയ മനസ്സിനെ ചിതലരിക്കുന്നത് പോലെ നശിപ്പിക്കുന്ന മാരകമായൊരു വിപത്താണ്. ഇന്ന് പല കൊലപാതകത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെ ഛിദ്രതയുടെയും ഒക്കെ മൂലകാരണം അസൂയയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യഅ്കുലുൽ ഹസനാത്തി കമാ യഅ്കുലുൻ നാറുൽ ഹതബ്. നമ്മുടെ അടുപ്പിലേക്ക് വിറകിനെങ്ങനെ വെച്ചാൽ തീ വിറകിനെ എത്രമാത്രം തിന്നുമോ, എത്ര വേഗം വിറക് കൊള്ളികളെ തീ തിന്നു തീർക്കുമോ, അതുപോലെ ഈ അസൂയ മനുഷ്യൻ്റെ സർവ്വ സൽക്കർമ്മങ്ങളെയും തിന്നു തീർത്ത് കളയും. അപ്പോൾ അസൂയയില്ലാത്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല. മനസ്സ് അസൂയയിൽ നിന്ന് രക്ഷപ്പെടണം. ആർക്കും എന്തും നല്ലത് ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് വിശാലമായി കടന്നു വരണം. അഹങ്കാരം അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കൂലെന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. ഈഗോ സ്റ്റേറ്റ്, മനസ്സിൻ്റെ ഈഗോ സ്റ്റേറ്റ്. ഞാൻ എല്ലാവരെക്കാളും വലുതാണ്, എനിക്കെല്ലാം കഴിയും, ഞാൻ ആരോടും കടപ്പെട്ടവനല്ല എന്നുള്ള ചിന്ത. ആ അഹങ്കാരം, അഹംഭാവം, ഞാൻ എല്ലാറ്റിലും വലുതാണ് എന്നുള്ള ആ വൃത്തികെട്ട ചിന്ത മനുഷ്യനെ ഏറ്റവും വലിയ അധമനാക്കുന്നു. ഇബ്ലീസ്, പിശാച് മനുഷ്യരുടെ ആജന്മ ശത്രുവാണ്. അവനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കാൻ കാരണം കിബറായിരുന്നു, അഹങ്കാരമായിരുന്നു, അഹന്ത. അഹങ്കാരമുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല. സൊസൈറ്റിയിൽ ഒരു സ്ഥാനം, അവൻ വിചാരിക്കും ഞാനൊരു വലിയ ആളാണ്, പൊങ്ങച്ചം, ഇങ്ങനെ തല പൊക്കി നടക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്കൊരാൾക്കും വില ഉണ്ടാവില്ല. അഹങ്കാരികളെ ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അഹന്തയും പേറി നടക്കുന്നവർ കൊട്ടും ഗുണം വരില്ല. കവി പറഞ്ഞില്ലേ, അഹന്ത പേറി നടക്കുന്ന ഒരാൾക്കും ഒരു ഗുണവും വരില്ല. വിനയവും സഹനവും കൊണ്ടു നടക്കുവിൽ ഉന്നത സ്ഥാനങ്ങളിൽ വന്നു ചേരും. അതേസമയത്ത് വിനയമാണ് എല്ലാവരുടെയും സൗന്ദര്യം. വിനയവും സഹനവും കൊണ്ടു നടക്കുകിൽ ഉന്നത സ്ഥാനങ്ങൾ വന്നു ചേരും. മൻ തവാള റഫഅഹുല്ലാ. ഹദീസിൽ കാണാം, ആരെങ്കിലും എപ്പോഴും വിനയത്തോടെ ജീവിച്ചാൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വിനയഭാവം നടിച്ചാൽ, അതൊരു നല്ല സൽ സ്വഭാവമാണ്. അവർക്ക് അള്ളാഹു അവനെ ഉയർത്തും, മറ്റവനെ താഴ്ത്തും. അപ്പോൾ അഹങ്കാരം മനുഷ്യ മനസ്സിനെ നശിപ്പിക്കുന്ന ഒരു അധമ വികാരമാണ്. അതുപോലെ അഹംഭാവം, താൻ പോരിമ, അതുപോലെ മറ്റുള്ളവരോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പ്, പരദൂഷണം, ദുഷിച്ച ചിന്ത, മാത്രമല്ല എപ്പോഴും വിദ്വേഷവും പകയും. അതാണ് മറ്റൊരാളെ അപകടപ്പെടുത്തണം എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുന്നവർക്ക് സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവില്ല. മനസ്സിനൊരു ഒരിക്കലും ഒരു സ്വസ്ഥതയും ശാന്തതയും ഇല്ലാതിരിക്കുമ്പോൾ അവനെങ്ങനെയാണ് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കഴിയുക? നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവന് ജീവിതത്തിൽ എങ്ങനെ വികാസമുണ്ടാകും? മറ്റുള്ളവനെ അപായപ്പെടുത്താൻ, തന്നെ ആക്രമിച്ചതിൻ്റെയോ അല്ലെങ്കിൽ തന്നോട് ചെയ്ത ഒരു ക്രൂരമായ പ്രവൃത്തിയുടെ കാരണം കൊണ്ടാവാം, എന്നാൽ പോലും അവനെ അപായപ്പെടുത്തണം, പകരം വീട്ടണം എന്ന ചിന്ത വെച്ച് മനസ്സിൽ നടക്കുമ്പോൾ നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ സ്വന്തമായി വളരാനോ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുവാനോ ആ മനസ്സുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം മനസ്സിനെ ബാധിക്കുന്ന വൃത്തികെട്ട വികാരങ്ങൾ പരലോകത്തെ ശിക്ഷയ്ക്കപ്പുറം
സ്വസ്ഥമായ സുന്ദരമായ സന്തോഷകരമായ ജീവിതം പോലും നഷ്ടപ്പെടുത്തുകയാണ് എന്ന ബുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും ഫ്രീ ആയി എല്ലാവരെയും നല്ലതുപോലെ കാണുന്ന, എല്ലാ കാര്യങ്ങളെയും നന്നായി ചിന്തിക്കുന്ന ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള മനസ്സുമായി ആരാധനകൾ നിർവഹിക്കുമ്പോൾ അള്ളാഹു ആ മനസ്സുകൾക്ക് വലിയ ഉന്മേഷവും ഊർജവും അതുപോലെ തന്നെ വികാസവും വിജയവും നൽകും. നോക്കൂ നിങ്ങൾ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെക്കുറിച്ച് എപ്പോഴും പറയുകയാണ്, അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് ഒരാളെക്കുറിച്ച് അയാൾ നിങ്ങൾക്കറിയുമോ? യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരും. കൂടിയിരിക്കുന്ന സ്വഹാബത്ത് അയാളിങ്ങനെ വീക്ഷിക്കുമ്പോൾ ഒരാൾ കടന്നു വരികയാണ്. എപ്പോഴും അയാളെക്കുറിച്ച് പറയുമ്പോൾ എന്നാലത് അദ്ദേഹം ഒരു മഹാനാണ് എന്ന് മനസ്സിലാക്കാൻ കാരണമായി. മറ്റാരുമല്ല, അത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഖാദിസിയ യുദ്ധത്തിൻ്റെ നായകനും ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യ പ്രതിഭയുമായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പരാമർശം. ഇത് കേട്ടവരിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന് പറയുന്ന സ്വഹാബി, ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ അവകാശം സ്വന്തമാക്കിയതെന്നറിയാൻ മെല്ലെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. എന്നിട്ട് ഒരു അനുവദനീയമായ കളവ് പാസ്സാക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല, അവരുമായിട്ട് ചെറിയൊരു ശണ്ടയിലാണ്, ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നോട്ടെ, അതിഥിയെ എന്നെ സ്വീകരിക്കുമോ? എന്താ കുഴപ്പം, വന്നോളൂ. അങ്ങനെ അതിഥിയായി സ്വീകരിച്ചു. വീട്ടിൽ അതിഥിയായി കഴിയുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. രാത്രിയിൽ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചു, വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. കിടപ്പുമുറിയിലേക്ക് രണ്ടുപേരും മാറി. അങ്ങനെ ഒന്നിച്ചാണ് കിടക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ ശ്രദ്ധിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സവിശേഷമായ ഇബാദത്ത് എന്താണെന്ന് അറിയാൻ. രാവിലെ അദ്ദേഹം ജോലിക്ക് പോയതായിരുന്നല്ലോ. വൈകുന്നേരം സാധാരണ പോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിഞ്ഞു രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചു. സുബഹി തൊട്ടടുത്ത സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു, ഖുർആൻ ഓതി ദുആ ചെയ്യുമ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുത്തു. അത് താനും ചെയ്തു. അതല്ലാതെ സവിശേഷ ഇബാദത്തുകൾ വേറൊന്നും കാണാനില്ല. രണ്ടാമത്തെ ദിവസവും അത് ആവർത്തിച്ചു. 3 ദിവസം അതിഥിയായി കഴിഞ്ഞപ്പോൾ 3-ലധികം ദിവസം ഒരു വീട്ടിൽ അതിഥിയായി തങ്ങുന്നത് ഭംഗിയല്ല എന്നാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം. അതുകൊണ്ട് തന്നെ 3 ദിവസമായപ്പോൾ ഏതായാലും ഇനി പിരിയാൻ നേരമായി. അബ്ദുല്ലാഹി ഇബ്നു അംർ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. എന്ത്? അങ്ങയെക്കുറിച്ച് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലുള്ള രഹസ്യ ഇബാദത്തിൻ്റെ സ്വഭാവം അറിയാനായിരുന്നു. പക്ഷേ ഒന്നും കണ്ടില്ലല്ലോ. മറുപടി, ഞാനങ്ങനെ കൂടുതലായൊന്നും വലിയ ആരാധനാ നിമഗ്നനല്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ മനസ്സിൽ ഇന്നുവരെ ഞാൻ പ്രായപൂർത്തിയായത് മുതൽ അന്യ ഒരാളോടും പകയോ വിദ്വേഷമോ വെറുപ്പോ വേണ്ടാത്ത ചിന്തയോ എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടേ ഇല്ല. എല്ലാ തിന്മ വികാരങ്ങളിൽ നിന്നും എൻ്റെ മനസ്സ് പരിശുദ്ധമാണെന്ന് ഈ സമയം വരെ എനിക്ക് ഉറപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ഇബാദത്തോ അല്ലെങ്കിൽ മറ്റു ആരാധനകളോ അല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളോ സമ്പത്തോ സമൃദ്ധിയോ ഒന്നും ഉപകാരപ്പെടാത്ത പാരത്രിക ലോകത്ത് സുരക്ഷിതമായ ഹൃദയവുമായി ആരല്ലാഹുവിനെ കണ്ടുമുട്ടുന്നോ അവൻ മാത്രമാണ് രക്ഷപ്പെടുന്നത്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ ഈ വിശുദ്ധ റമളാൻ നമുക്ക് കാരണമാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.